പി വി അൻവറിനെ എന്തായാലും ഇപ്പോൾ തെരുവിലിറക്കി നിർത്തിയിരിക്കുകയാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ദയാവധമാണോ അതോ നേരിട്ടങ്ങ് വെട്ടിക്കൊല്ലാനാണോ സതീശന്റെ പ്ലാൻ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വെട്ടിക്കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തി ഉയർത്തി കഴുത്തിന് മുകളിൽ പിടിക്കുന്നതിന് പകരം അങ്ങ് അറക്കണം. അതിന് പകരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനാണ്. മെയ് 2-ാം തീയതി UDF ഏകോപന സമിതി കോഴിക്കോട്ട് ചേർന്ന് തീരുമാനമെടുക്കാൻ UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശനെ ചുമതലപ്പെടുത്തിയതാണ്. എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ക്രിയാത്മക പ്രതിപക്ഷ നേതാവായ VD സതീശന് എന്താണ് ഇത്ര പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല? ഈ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി പ്രചാരണത്തിനുള്ള സമയമാണ് അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്ത് കളയുന്നത്. UDFന് എന്താ ജയിക്കണ്ടേ? ഈ സീറ്റ് വേണ്ടേ? പ്രചാരണത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ എല്ലായിടങ്ങളിലേക്കും എത്തേണ്ട നേതാക്കളൊക്കെ PV അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് LDFന് ഗുണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം LDFനെ വളരെ ചെറുതായി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ വളരെ ഈസിയായി കാണുകയാണ് സതീശനും കൂട്ടരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം LDFന് ആ സീറ്റ് അൻവർ പോയതോടുകൂടി എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടും, മത്സരിക്കാതെ തന്നെ ഞങ്ങൾ ജയിച്ചു, MLA ആയിക്കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്, ഇനി MLA ബോർഡ് വെച്ച കാറിൽ കയറ്റി ഇരുത്തിയാൽ മാത്രം മതി എന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഈ സിറ്റുവേഷനെ എടുക്കുന്നത്. അതേസമയം തന്നെ LDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ ഗ്രൗണ്ട് വർക്കൊക്കെ നേരത്തെ മുതൽ തന്നെ നടത്തുന്നുണ്ട് എന്നത് നിലമ്പൂരിൽ നിറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അവിടെ ആര്യാടൻ ഷൗക്കത്ത് കബറിടത്തിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് വീടുകളിലും അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ അടുത്തുമൊക്കെ പോയുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. എന്നാൽ ഗ്രൗണ്ടിൽ എത്രത്തോളം UDF സംവിധാനം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നതുകൂടി ഈ UDFൻ്റെ കൺവീനറും അതുപോലെ തന്നെ UDFൻ്റെ ചെയർമാനും ഒക്കെ ഒന്ന് നോക്കേണ്ടതാണ്. PV അൻവറിനെ കുറിച്ചല്ലേ UDF ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ മുന്നണിക്ക് അവിടെ നിലമ്പൂരിൽ ജയിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ മുന്നണിക്ക് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത് കുറിച്ചോ, തങ്ങളുടെ സീറ്റാണല്ലോ, കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ്, ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചോ അല്ല ചർച്ച നടക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിനൊക്കെ വലിയ അലോസരമുണ്ട്. കാരണം ആ സീറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ അവിടുത്തെ പ്രചാരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം ലീഗിന്റെ അടുത്തും സംസാരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ്, ലീഗ് കോൺഗ്രസിനടുത്തും സംസാരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ്. അൻവർ അല്ലല്ലോ സ്ഥാനാർത്ഥി, അൻവർ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന വേളയിലെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഞായറാഴ്ച കഴിഞ്ഞു, ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, ഇനിയിപ്പോൾ നല്ല നേരം നോക്കി കാത്തിരിക്കുകയായിരിക്കും. കാരണം കോൺഗ്രസിന് ഞായറാഴ്ച അവധിയാണെന്നാണല്ലോ നേരത്തെ നേതാക്കളൊക്കെ പറഞ്ഞത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോയത്. ഇന്നലെ ചൊവ്വാഴ്ചയാണ്, അപ്പോൾ ചൊവ്വാഴ്ച നല്ല ദിവസമായിരിക്കില്ല. ഇനിയിപ്പോൾ വ്യാഴാഴ്ച എന്തായാലും എല്ലാ രീതിയിലും നല്ല ദിവസമാണ്. അപ്പോൾ നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അസോസിയേറ്റ്, ഘടകകക്ഷിയെങ്കിൽ ഘടകകക്ഷി, വേണ്ടെങ്കിൽ വേണ്ട, ഈ 3 കാര്യമല്ലേ പറയാനുള്ളൂ. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഒരുപാട് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. വേണോ വേണ്ടയോ, യെസ് ഓർ നോ, അത് പറയുന്നതിന് പകരം ഇങ്ങനെ ഓർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സതീശൻ എന്നതാണ് ഈ വിഷയത്തിലെ കാര്യം. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് എന്ന് വരെ അൻവർ പറയുന്നത് അൻവറിന്റെ ഗതികേടാണ്. ആ മനുഷ്യനെ ഒരു ഗതികേടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണോ? ഉണ്ടായിരുന്ന MLA സ്ഥാനം രാജിവെച്ചു, LDFനെയും പിണറായി വിജയനെയും പിണക്കി. അപ്പോഴൊക്കെ കൂടെയുണ്ടാകും, നീ പറഞ്ഞോടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച കൈയടിച്ച ആളുകളൊക്കെ ഇപ്പോൾ പിന്നിൽ നിന്ന് ചവിട്ടുകയും കുത്തുകയുമാണ്. പിന്നെ അൻവർ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും പറഞ്ഞതിന്റെ പേരിലാണ് അൻവറിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഡോക്ടർ അരുണിന്റെ കമന്റ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. ഇവിടെ സണ്ണി ജോസഫ് എന്തിനാണ് സമവായ ചർച്ച തുടരുമെന്ന് പറഞ്ഞത്? സമവായ ചർച്ച തുടരേണ്ട സാഹചര്യം എന്താണ്? വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ. അൻവർ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കണം. അൻവറിനെ ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ VD സതീശൻ ഹീറോയാണ്, പിണറായി വിജയനെ പോലെ വലിയ ഇരട്ടച്ചങ്കനാണ് എന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി വിടുന്ന ആ ഒരു PR പണിക്ക് പകരം ആദ്യം ചെയ്യേണ്ടത് അൻവറിനെ വേണ്ട, അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. കാരണം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്നത് അൻവർ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. അൻവർ എപ്പോഴാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നത്? 2016 ഇടതുപക്ഷം കൊണ്ടുവന്നപ്പോഴല്ലേ. അതിനു മുൻപ് അൻവർ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു കൊണ്ടേയിരുന്ന ഒരാളൊന്നുമല്ലല്ലോ. അവിടെ അപ്പോൾ അൻവർ ഫാക്ടറില്ല. ഡോക്ടർ അരുണിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 7000 വോട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള അൻവറിനെ വേണ്ട. SDP-യുടെ 3000 വാങ്ങിച്ചാൽ പോരെ, പാലക്കാട്ടൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ ആ SDP-യുടെ വോട്ട് വാങ്ങിച്ചങ്ങ് ജയിച്ചാൽ മതി. അതായിരിക്കും VD സതീശന്റെ അടുത്ത ഫോർമുല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ KC വേണുഗോപാൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കമന്റാണ് ഇന്ന് നടത്തിയത് എന്നതാണ് എന്റെ വിലയിരുത്തൽ. കാരണം അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതി UDF-ൽ ആർക്കുമില്ല എന്ന് പറയുന്നത് ലീഗിനെയും മറ്റ് ഘടകകക്ഷികളെയും എല്ലാവരെയും ചേർത്താണ്. കോൺഗ്രസ് എന്നല്ല KC പറഞ്ഞത്, UDF എന്നാണ്. UDF-ൽ ആർക്കും ചിന്തയില്ല. UDF ചെയർമാനായ VD സതീശന് ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ കൂടി അതിൻ്റെ അർത്ഥമുണ്ട്. കേരളത്തിലെ നേതൃത്വം കൊള്ളാവുന്ന നേതൃത്വം എന്ന് KC പറഞ്ഞത് ഇത്തിരി കൊള്ളിച്ച് തന്നെയാണ്. അപ്പോൾ ആ കൊള്ളാവുന്ന നേതൃത്വം പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ടാണ് KC ഇപ്പോൾ വിമാനം കയറാൻ പോകുന്നത് എന്നുള്ളത് VD സതീശനെ അനുകൂലിക്കുന്ന, അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് രാജിവെച്ചത് അൻവർ എന്നും ആ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞത് AICC-യുടെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ അവസാന വാക്കായി കരുതുന്നു എന്ന് അവരൊക്കെ തന്നെ പറയുന്ന KC വേണുഗോപാൽ
വേണുഗോപാൽ തന്നെയാണ്. എന്തായാലും ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആശയവിനിമയമൊക്കെ KPCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ UDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനും ഒന്നും ഒരു സേ ഇല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എന്തൊരു അഴകുഴമ്പൻ സമീപനമാണ് ഇവരൊക്കെ എടുക്കുന്നത്. വേണമെങ്കിൽ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയണം. അൻവറിനെ വഴിക്കങ്ങ് വിടണമെന്നേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് നിൽക്കൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ എടുക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അൻവർ പോട്ടെ എന്ന് വെക്കട്ടെ, നഷ്ടമില്ലല്ലോ. സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ നഷ്ടപ്പെടാൻ UDFന്. LDF ആ സീറ്റ് നിലനിർത്തട്ടെ. അതായിരിക്കും അവസാനം എൻഡ് റിസൾട്ടായി വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള പടലപ്പിണക്കവും തമ്മിലടിയുമാണെങ്കിൽ. ഇതാണ് എൻ്റെ ടേക്ക്. Meet the editors.